Yeah, so I greet all of you and I welcome you warmly to this course, which, as I was about to say, is like no other course I have done, no other course I have ever taught, no other course you would ever have attended. Which also means that we have to take a little effort. It's very easy if familiar things are repeated, but it takes a little bit more of our mental effort and initiative when we enter new and unfamiliar territories. So therefore, I request all of you to walk that extra mile with me. Now, the second thing I want to say by way of preface. അപ്പം മലയാളം സോറി അപ്പം ഞാൻ ഇത് നോട്ട്സ് ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷിൽ അങ്ങ് തുടങ്ങിപ്പോയി, ക്ഷമിക്കണം. അപ്പോൾ ഞാൻ നോട്ട്സ് ഇംഗ്ലീഷിൽ തന്നെ വായിച്ചിട്ട് എൻ്റെ വിശദീകരണം ഞാൻ മലയാളത്തിലാക്കാം. അപ്പോൾ എനിക്ക് ആദ്യമേ പറയാനുള്ളത്, നമുക്ക് വി ഹാവ് ടു റീഡ് ദ ടീച്ചിങ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഇൻ എ ലാർജർ കോണ്ടെക്സ്റ്റ്. നമ്മൾ സാധാരണ യേശുക്രിസ്തുവിൻ്റെ വാക്കുകളെ ഒത്തിരി പരിമിതപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ അർത്ഥതലങ്ങൾ നാം ഭയപ്പെടുന്നുണ്ട്. ആ പരിമിതിയും അതിർവരമ്പുകളും ഭീതികളും ഒക്കെ മാറ്റിവെച്ചിട്ട് യേശു എന്ന ആശയ വിഹായസ് ദ യൂണിവേഴ്സ് ഓഫ് മീനിങ്സ് ദാറ്റ് ജീസസ് ക്രൈസ്റ്റ് ഈസ്, അത് മനസ്സിലാക്കാൻ നമുക്ക് ഈ ഒരു കോഴ്സിൽ കൂടെ സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ ഒരു സൂചന സുവിശേഷത്തിൽ നാം നോക്കുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം, അവിടെ എന്താണ് പറയുന്നത്? യേശുവിനെ പറ്റി പറയുന്നത്, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഈ വചനം എന്ന വാക്കുകൊണ്ട്, അല്ലെങ്കിൽ ഈ വചനം എന്ന വാക്കിനെ ക്രിസ്ത്യാനികൾ പരക്കെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഇതിന് യോഹന്നാൻ ഉദ്ദേശിച്ചത് ലോഗോസ് എന്ന വാക്കാണ്. അത് നാം ഉദ്ദേശിക്കുന്ന വചനമല്ല. അത് എന്താണ് എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ആദ്യ ഭാഗത്ത് തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. സർവത്തിനും കാരണഭൂതനായ, സകലത്തെയും സൃഷ്ടിച്ച, എല്ലാറ്റിൻ്റെയും അന്തസത്തയായ ആ ഒരു തത്വം. അതിന് ഉൽപ്പത്തി പുസ്തകത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ വരുമ്പോൾ, വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന് 5-ാം വാക്യത്തിൽ വരുമ്പോൾ യേശു പറയുന്നു, ഞാൻ ലോകത്തിലായിരിക്കുമ്പോൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ആ വെളിച്ചം എന്നത് സാധാരണ വെളിച്ചമല്ല, സൂര്യന്റെയും ചന്ദ്രന്റെയും വെളിച്ചമല്ല. അത് ഊർജമാണ്, എനർജിയാണ്. ലൈറ്റ് ഈസ് എനർജി. ഞാൻ സ്കൂളിൽ സയൻസ് പഠിക്കുമ്പോൾ ആദ്യം പഠിച്ച കാര്യം ഇതാണ്, ലൈറ്റ് ഈസ് എനർജി. അപ്പോൾ ആ എല്ലാറ്റിലും പരിവർത്തിക്കുന്ന ജീവന്റെ ഊർജം എന്താണോ അതാണ് വാക്ക്, വചനം, ദ വേർഡ്, ഗ്രീക്ക് ഭാഷയിൽ ലോഗോസ് എന്ന് പറയുന്നത്. ഞാൻ എന്തുകൊണ്ട് ഇത് സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ, യേശു പറഞ്ഞ ഓരോ കാര്യങ്ങളും വിശാലമായ വിധത്തിൽ നമുക്ക് കാണാൻ കഴിയണം. സർവലോകത്തെയും ജീവന്റെ ആകത്തുകയും എല്ലാ പ്രതിഭാസങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു വിശാലത യേശുവിൻ്റെ ആത്മീയ ദർശനത്തിലുണ്ട് എന്നത് നാം പണ്ടേ മറന്നുപോയ ഒരു കാര്യമാണ്. അത് വീണ്ടെടുക്കാൻ നമുക്ക് സാധിക്കണം. അത് ഈ കോഴ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ വചനമാണ്, ആ ലോഗോസ് ആണ് ജഡമായി തീർന്നത് എങ്കിൽ, യേശുവിൻ്റെ ഓരോ പ്രസ്താവനകളും, യേശുവിൻ്റെ ഓരോ ഇടപെടലുകളും സാർവലൗകിക പ്രസക്തിയുള്ളതും മനുഷ്യരാശിയെ മുഴുവനും ഉൾക്കൊള്ളുന്നതുമാണ് എന്ന് മനസ്സിലാക്കാൻ വിശ്വാസികൾ ധൈര്യം കാണിക്കണം. നമ്മൾ ഇതുവരെ എന്താണ്, നമുക്ക് വേണ്ടി മാത്രം നൽകിയ ഏതോ ആനുകൂല്യമായിട്ടാണ് യേശുവിനെ നാം ധരിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെയല്ല. സുവിശേഷത്തിൽ കൂടെ നാം സത്യസന്ധമായി മനസ്സിലാക്കിയാൽ അത് തെറ്റാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
വചനം ജഡമായി തീർന്നു, വേദപുസ്തകം ജഡമായി തീർന്നു എന്നല്ല. കാരണം അന്ന് വേദപുസ്തകമില്ല. സൃഷ്ടി നടക്കുമ്പോൾ വേദപുസ്തകമില്ല, ഞാൻ തെളിയിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ആ വചനം എപ്രകാരമാണ് ചരിത്രത്തിൽ വന്നപ്പോൾ യേശുവിൽ കൂടെ പ്രകടിതമായത്, അതിൽ കൂടെ വെളിപ്പെട്ടു വന്ന ആത്മീയ ദർശനത്തിന്റെ വ്യാപ്തി എന്താണ്, ആഴം എന്താണ്, പ്രസക്തി എന്താണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു അന്വേഷണമായിട്ട് വേണം ഈ കോഴ്സിനെ കരുതേണ്ടത് എന്ന് ഞാൻ ആദ്യമേ ഏവരോടും ക്ലാരിഫൈ ചെയ്യുകയാണ്. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഏത് ആശയമെടുത്താലും ഏത് വിഷയമെടുത്താലും അതിൻ്റെ സാധ്യതകൾ രണ്ട് കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും. ഒന്ന്, നമ്മുടെ ഡെവലപ്മെന്റ്. ഏതെങ്കിലും ഒരു പ്രസ്താവനയോ സംഭവമോ ഒരു വസ്തുവോ നമ്മുടെ കയ്യിൽ വന്നു പെട്ടാൽ അതിൽ നാം എന്ത് കാണുന്നു എന്നത് നാം ആയിരിക്കുന്ന അവസ്ഥ, നമ്മുടെ വികസനമോ വികസനത്തിന്റെ കുറവോ അനുസരിച്ചായിരിക്കും. ഉദാഹരണമായിട്ട് ഒരു എക്സ്റേ ഫിലിം നിങ്ങളുടെയോ എൻ്റെയോ കയ്യിൽ കിട്ടിയാൽ നമുക്കതിൽ നിന്നൊന്നും മനസ്സിലാകത്തില്ല. എന്നാൽ അത് ഒരു ഡോക്ടറുടെ കയ്യിൽ കിട്ടിയാൽ പെട്ടെന്ന് അതിൻ്റെ കാര്യം അദ്ദേഹത്തിന് മനസ്സിലാകുന്നത് കാണാം. കാരണം ഒരു എക്സ്റേ വായിച്ച് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാകത്തക്കവണ്ണമുള്ള അറിവിൻ്റെ വികസനം അദ്ദേഹം പ്രാപിച്ചത് കൊണ്ടാണ്. അതില്ലാത്ത നമുക്ക് ഒരു എക്സ്റേയേക്കാൾ താല്പര്യം ഒരു ഫോട്ടോഗ്രാഫിനോടായിരിക്കും. ഈ വ്യത്യാസം എപ്പോഴും നാം മനസ്സിലാക്കും. രണ്ടാമത്തെ കാര്യം, നാം ഏതിനോട് ബന്ധപ്പെടുമ്പോഴും അത് മനസ്സിലാക്കാനും മനസ്സിലാക്കാതിരിക്കാനുമുള്ള വലിയ ഒരു വടംവലി നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും. അത് റെസിസ്റ്റൻസ് ടു നോയിങ് എന്നാണ് ഞാൻ പറയുന്നത്. അത് രണ്ട് വിധത്തിലുള്ള പ്രതിരോധങ്ങൾ നമ്മുടെ മനസ്സ് നാം അറിയാതെ ഉയർത്തും. ഒന്ന്, ചിലപ്പോൾ അറിഞ്ഞും ചിലപ്പോൾ അറിയാതെ, കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ് റെസിസ്റ്റൻസ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പിൽ ചേർന്ന് നിൽക്കുന്നു. ആ ഗ്രൂപ്പ് പൊതുവായി വെച്ചു പുലർത്തുന്ന ചില സങ്കല്പങ്ങളുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായ കാര്യം ആരെങ്കിലും പറഞ്ഞാൽ അത് നമുക്ക് പറ്റിയ കാര്യമല്ല എന്ന് പറഞ്ഞാൽ തള്ളിക്കളയും. അത് കോൺഷ്യസ് റെസിസ്റ്റൻസ് ആണ്. എന്നാൽ അതിനേക്കാൾ അപകടമാണ് അൺകോൺഷ്യസ് റെസിസ്റ്റൻസ്. കാരണം നാം നമ്മെ തന്നെ വേണ്ടതുപോലെ അറിയാത്തത് കൊണ്ട് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഇടം പിടിച്ചിരിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്, അത് എപ്രകാരം നമ്മെ ഉള്ളിൽ തളച്ചിട്ടിരിക്കുന്നു എന്നതിനെപ്പറ്റി നമുക്ക് വേണ്ടത്ര ബോധ്യമില്ല. എല്ലാവരുടെയും അവസ്ഥ അതാണ്. ഉദാഹരണം പറയുമ്പോൾ, നിങ്ങൾ സർക്കസിൽ ഒരു ആനയെ കണ്ടാൽ നിങ്ങൾ വിചാരിക്കും ഇത്രയും വലിയ ആന എന്താണ് ചെറിയ കുറ്റിയിൽ തളച്ചിട്ടിരിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഇതിനെ ആനക്കുട്ടിയായി പിടിച്ച് അന്നൊരു കുറ്റിയിൽ തളച്ചിട്ടപ്പോൾ ഈ ആന പിടിച്ചു വലിച്ചു നോക്കിയിട്ട് കുറ്റി ഇളകിയില്ല. അന്ന് ആനക്കുട്ടി വിചാരിച്ചു കുറ്റി ഞാൻ പിടിച്ചാൽ ഇളകുന്നതല്ല. അതുകൊണ്ട് വളച്ചു മുറ്റിയിട്ടും അത്രയും 100 കുറ്റി പറിക്കാനുള്ള ശക്തി പ്രാപിച്ചിട്ടും സർക്കസ് ആന ഈ ചെറിയ കുറ്റിയിൽ തളച്ചിട്ടാൽ അവിടെ തന്നെ നിൽക്കും, കുറ്റി പറിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കത്തില്ല. കാരണം അങ്ങനെ ഒരു ധാരണ ആ ആനയുടെ ഉള്ളിൽ എന്നേക്കുമായി സ്ഥായിയായി ഇടം പിടിച്ചു എന്നതാണ്. ഇത് മനുഷ്യനെ പറ്റിയും വളരെ വളരെ അർത്ഥവത്താണ്. അപ്പോൾ ഈ കോഴ്സ് നമ്മൾ ചെയ്യുമ്പോൾ മെല്ലെ മെല്ലെ നമ്മുടെ ഉള്ളിൽ അറിവിൻ്റെ ആഴങ്ങളെ അളക്കുന്നതിനോടുള്ള പ്രതിരോധങ്ങൾ നാം അറിയാതെ തന്നെ സ്ഥിതി ചെയ്യുന്നത് ബോധ്യപ്പെട്ടു വരുവാനും അതിൻ്റെ പിരിമുറുക്കത്തിൽ നിന്ന് അല്ലെങ്കിൽ അതിൻ്റെ ആധിപത്യത്തിൽ നിന്ന് നമുക്ക് വിടുതൽ പ്രാപിപ്പാനും ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. മൂന്നാമതായി, ഞാൻ ഈ കോഴ്സ് ആദ്യം മുതൽ അവസാനം വരെ വളരെ മെല്ലെ 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 മുന്നോട്ട് കൊണ്ടുപോകും. കാരണം നമ്മുടെ അറിവ് അതിന് മജ്ജയും മാംസവും വെക്കണമെങ്കിൽ അതിനാവശ്യമായൊരു ക്ഷമ നമുക്കുണ്ടാകണം. ആധുനിക ലോകം സ്പീഡിൻ്റെ ലോകമാണ്. സ്പീഡ് എന്ന് പറഞ്ഞാൽ അസ്വസ്ഥതയാണ്, അസഹിഷ്ണുതയാണ്, ക്ഷമയില്ലായ്മയാണ്, ഇംപേഷ്യൻസ് ആണ്. അപ്പോൾ എന്തുകൊണ്ട് ഈ ക്ഷമ ആവശ്യമാണെന്ന് ചോദിച്ചാൽ,
ഇതുവരെ യേശുവിന്റെ പഠിപ്പീരുകൾ വളരെ വളരെ സങ്കുചിതമായ ഒരു സാഹചര്യത്തിലാണ് ആളുകൾ മനസ്സിലാക്കിയത് എങ്കിൽ അതിൽ നിന്ന് വളരെ വിശാലമായ ഒരു ഫ്രെയിം വർക്കിലായിരിക്കും നാം യേശുവിന്റെ പഠിപ്പീരുകളെ. ചിലരുടെ മൈക്കിൽ നിന്ന് ശബ്ദം വരുന്നുണ്ട്. എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെച്ചാൽ പ്ലീസ് മ്യൂട്ട് യുവർ സെൽഫ് സോ ദാറ്റ് നോയ്സ് ഡസന്റ് കം, ഇറ്റ് ഡിസ്ട്രാക്ട്സ്. അപ്പൊ അതുകൊണ്ട് ഞാൻ സാധാരണ ഒരു ബൈബിൾ ക്ലാസ് എടുക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു സൺഡേ സെർമൺ നടത്തുന്നത് പോലെ ആയിരിക്കില്ല. വളരെ വിശാലമായ ഒരു വിധത്തിലായിരിക്കും ഓരോ കാര്യങ്ങളെ സമീപിക്കുന്നത്. അതിനോട് ചേർന്ന് സഞ്ചരിക്കാനുള്ള സഹിഷ്ണുത നിങ്ങൾ കാണിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇനി ഞാൻ യേശുവിൻ്റെ 2 പഠിപ്പീരുകൾ കൂട്ടിച്ചേർത്ത് വായിച്ചാൽ എങ്ങനെയായിരിക്കും എന്ന ഒരു വിഷയം നമ്മുടെ പഠനത്തിന് വിധേയമാക്കാൻ പോവുകയാണ്. യേശു പറഞ്ഞ 2 കാര്യങ്ങൾ നമുക്ക് വളരെ സുപരിതമാണ്, എല്ലാവർക്കും മനഃപ്പാഠമാണ്. യേശു പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം, യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. പിന്നെ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം, ഞാൻ വന്നത് അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധമായ ജീവനുണ്ടാകുവാനും. ഐ ഹാവ് കം ദാറ്റ് ദേ മേ ഹാവ് ലൈഫ് ആൻഡ് ലൈഫ് ഇൻ ഓൾ ഇറ്റ്സ് ഫുൾനെസ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇതിനേക്കാൾ സുപരിതമായ 2 പ്രസ്താവനകൾ സുവിശേഷത്തിൽ ഉണ്ടാകാൻ സാധ്യമല്ല. എന്നാൽ ഇത് അതിൻ്റെ അക്ഷരങ്ങളുമായി നമുക്ക് വലിയ പരിചയമുണ്ടെങ്കിലും ഇതിൻ്റെ അർത്ഥത്തോട് നമുക്ക് എത്രമാത്രം പരിചയം ഉണ്ടായിരുന്നുവെന്ന ഒരു ചെറിയ അന്വേഷണമാണ് ഈ ഇന്നത്തെ സെഷനിലും അടുത്ത സെഷനിലും ഉദ്ദേശിക്കുന്നത്. കാരണം ഇങ്ങനെയുള്ള പ്രസ്താവനകളിൽ അടങ്ങിയിരിക്കുന്ന ആശയത്തിൻ്റെ ബാഹുല്യം, അതിൻ്റെ സ്കോപ്പ് ആൻഡ് റീച്ച് ഒന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി അല്പം ഡീറ്റെയിൽഡായിട്ട് ഇതുകൊണ്ട് എന്താണ് നാം മനസ്സിലാക്കേണ്ടത്, അതായത് യേശുവിൻ്റെ പഠിപ്പീരുകളെയും വേദപുസ്തകത്തെ മാത്രം ആശ്രയിച്ച് അതിൻ്റെ അച്ചടക്കത്തിൽ നിന്ന് അല്പം പോലും ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ യേശു പറഞ്ഞ ലളിതമെന്ന് നമുക്ക് തോന്നാവുന്ന ഈ കാര്യങ്ങളുടെ യഥാർത്ഥത്തിലുള്ള അർത്ഥം എന്താണ്, ഇതറിയാൻ നിങ്ങൾക്ക് തീർച്ചയായും താല്പര്യം ഉണ്ടാകും എന്നത് എനിക്കറിയാം. അതുകൊണ്ട് നമുക്ക് തുടർന്ന് ഒരുമിച്ച് ഇതിൻ്റെ അർത്ഥങ്ങളെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പോൾ യേശു പറയുന്നു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. അതുപോലെ തന്നെ പറയുന്നു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. നിങ്ങളും ഞാനും ഒരുപോലെ ഒരേ തട്ടിൽ നിൽക്കുകയും പ്രവർത്തിക്കുകയും ലോകത്തോട് പ്രതികരിക്കുകയും ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അത് വളരെ വ്യക്തമായി യേശു ഇവിടെ പ്രസ്താവിക്കുന്നുണ്ട്. കണക്ഷൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഹലോ, can you hear me? Hello? Yes. Can you hear me? Yes, we can. ഇത് എന്തോ വിഷ്വലിന് എന്തോ പ്രശ്നം വന്നല്ലോ. വീഡിയോ നിങ്ങൾക്ക് കാണാമോ എന്നെ? ഇപ്പോൾ കാണുന്നില്ല, but we can hear you. ഓക്കെ ഡസന്റ് മാറ്റർ. അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ നമുക്ക് വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുമ്പോട്ട് പോവാം. അപ്പോൾ യേശു പറയുന്നു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. അത് യേശു പറയുന്നു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ വെളിച്ചം എന്നാൽ എനർജി എന്നാണ്, ഊർജം എന്നാണ്. ലൈറ്റ് ഈസ് എനർജി. സൃഷ്ടി ആകമാനം ദൈവത്തിൻ്റെ ഊർജത്തിൻ്റെ, ദൈവിക ഊർജത്തിൻ്റെ, അല്ലെങ്കിൽ ദ എനർജി ഓഫ് ഗോഡ്, ദ ലൈഫ് എനർജി ഓഫ് ഗോഡ്, അതിൻ്റെ എന്താണ് പ്രകടനമാണ്. ഇറ്റ്സ് എ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ ലൈഫ് എനർജി ഓഫ് ഗോഡ്. ക്രിയേഷൻ, സൃഷ്ടി എന്ന് പറഞ്ഞാൽ നാം അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. നമ്മൾ നോക്കുമ്പോൾ മരങ്ങൾ നിൽക്കുന്നു, അല്ലെങ്കിൽ മൃഗങ്ങൾ ഓടി നടക്കുന്നു, പക്ഷികൾ പറക്കുന്നു. എന്നാൽ ഇതിലെല്ലാം അടങ്ങിയിരിക്കുന്നത് ദൈവത്തിൻ്റെ സൃഷ്ടിപരമായ ഊർജമാണത്, ക്രിയേറ്റീവ് എനർജിയാണ്.
അതാണ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം പറഞ്ഞു. വെളിച്ചമുണ്ടായി എന്ന് പറഞ്ഞത് വെളിച്ചം ഊർജമാണ് എന്ന് സയൻസ് ഇന്ന് നമ്മെ പഠിപ്പിക്കുന്നത് കൊണ്ട് ഇതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ കുറെ കൂടെ സൗകര്യമാണ്. അപ്പോൾ സൃഷ്ടി എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ജീവന്റെ ഊർജം, ദ ലൈഫ് എനർജി ഓഫ് ഗോഡ്, ദ ഡിവൈൻ ലൈഫ് എനർജി. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ വ്യക്തമായി മനസ്സിൽ കുറിച്ചു വെക്കണം, അതിനെപ്പറ്റി ധ്യാനിക്കണം, നമ്മുടെ ഉള്ളിൽ അത് പതിയത്തക്കവണ്ണം അതിനോട് ആന്തരികമായി ബന്ധം പുലർത്താൻ നിങ്ങൾ ദയവായി ശ്രമിക്കണം. അപ്പൊ അതുകൊണ്ട് നാം നമ്മെ തന്നെ മനസ്സിലാക്കുമ്പോൾ വി ആർ പ്രൈമർലി എനർജി ഇൻകാർണേറ്റ്. ഇത് വളരെ പ്രാധാന്യമർഹിക്കുന്ന കാര്യം. നാം ആരാണ്? പലരും മനസ്സിലാക്കാത്ത കാര്യം, നാം ദൈവികമായ ജീവന്റെ ഊർജത്തിന്റെ ഇപ്പോഴത്തെ ഒരു പ്രകടനമാണ്. വി ആർ പ്രൈമർലി എനർജി ഇൻകാർണേറ്റ്. ഊർജം നമ്മൾ പറഞ്ഞില്ലേ, അവൻ ഊർജ്ജസ്വലനായി പ്രവർത്തിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ ഈ പറയുന്ന ആശയത്തിനകത്തുണ്ട്. ഊർജ്ജസ്വലരായിരിപ്പീൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ചത്ത ശവം പോലെ ആകരുത് എന്നല്ലേ എൻ്റെ അർത്ഥം. അപ്പോൾ ഊർജം, the whole universe is a manifestation of the same energy. ഈ പ്രപഞ്ചം മുഴുവനും ദൈവത്തിൻ്റെ സൃഷ്ടിപരമായ ഊർജത്തിൻ്റെ ഭൗതികമായ ആവിഷ്കാരമാണ്. ഇറ്റ്സ് എ വിസിബിൾ മാനിഫെസ്റ്റേഷൻ ഓർ എക്സ്പ്രഷൻ ഓഫ് ഗോഡ്സ് ക്രിയേറ്റീവ് എനർജി. അത്രയും ക്ലിയർ ആണ് ഞാൻ വിചാരിക്കുന്നത്. ആവർത്തിക്കുന്നത് അത്രമാത്രം അടിസ്ഥാനപരമായ ആശയമായതുകൊണ്ടും ഇത് അന്ത്യം വരെ ഓർത്തിരിക്കേണ്ടത് കൊണ്ടുമാണ്. ഇനി ഇൻ ജീസസ് ദാറ്റ് ക്രിയേറ്റീവ് എനർജി ഫൗണ്ട് ഇറ്റ്സ് മോസ്റ്റ് പെർഫെക്റ്റ് എക്സ്പ്രഷൻ. യേശുവിനെ ദൈവപുത്രനായും മനുഷ്യപുത്രനായും നാം കാണുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ഈ ക്രിയേറ്റീവ് എനർജി, ക്രിയേറ്റീവ് ലൈഫ് എനർജി അതിൻ്റെ ഏറ്റവും ഉദാത്തമായ വിധത്തിൽ, ഏറ്റവും പരിശുദ്ധമായ വിധത്തിൽ, ഏറ്റവും പരിപൂർണമായ വിധത്തിൽ ലോകം കണ്ടത് യേശുക്രിസ്തുവിലാണ് എന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ, അപ്പൊ ഇതെന്തുകൊണ്ട് നാം ഓർക്കണമെന്ന് വിചാരിച്ചാൽ, അല്ലാത്തിടത്തോളം കാലം ഈ ലോകത്തിൽ ബഹുഭൂരിപക്ഷം ആളുകളും അവരെപ്പറ്റി ചിന്തിക്കുമ്പോൾ അവരൊരു ശരീരം മാത്രമാണ് എന്ന് ചിന്തിക്കാനേ വകയുള്ളൂ. മാറ്റർ, ശരീരം എന്താണ്? ഭൗതികമായ പദാർത്ഥങ്ങൾ, മാറ്റർ. ഇത് യേശുവിന് നന്നായിട്ട് അറിയാമായിരുന്നു. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 25 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചാൽ ഇനി നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. യേശു എന്താണ് പറയുന്നത്? എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ട് നിങ്ങൾ എന്തിനാണ് വ്യാകുലപ്പെടുന്നത്? നിങ്ങൾ എന്തുകൊണ്ടാണ് വ്യാകുലപ്പെടുന്നത്? നിങ്ങൾ നിങ്ങളെ ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത് നിങ്ങളൊരു ശരീരം മാത്രമാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ മറ്റു സാധ്യതകളെ പറ്റി നിങ്ങൾ ചിന്തിക്കുമായിരുന്നില്ലേ? നിങ്ങളുടെ ചിന്ത എന്താണ്? എപ്പോഴും നിങ്ങൾ എന്തിനെ പറ്റിയാണ് ഓർക്കുന്നത്? എന്തിനു വേണ്ടിയാണ് ഓടുന്നത്? ശരീരത്തിന് വേണ്ടി മാത്രമല്ലേ? അതിനുശേഷമാണ് അതിന്റെ അവസാന ഭാഗത്ത് 33-ാം വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ. അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ ഊർജം ഉണ്ടാകുക. ഊർജം ഉണ്ടെങ്കിൽ മാത്രമേ അന്വേഷിക്കാൻ ഒക്കത്തുള്ളൂ. ചത്ത മത്സ്യത്തിൽ നീന്താൻ ഒക്കുമോ? ചത്ത മനുഷ്യർക്ക് അന്വേഷിക്കാൻ ഒക്കുമോ? ഏതെങ്കിലും ശവം ഏതെങ്കിലും ആശയത്തെയോ ലക്ഷ്യത്തെയോ അന്വേഷിച്ച് പോകുന്ന കാണാറുണ്ടോ? അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജീവിച്ചിരിക്കുക എന്നാണ് അർത്ഥം. നിങ്ങൾ ജീവിച്ചിരിക്കുന്നു എന്നതിന് തെളിവെന്നാണ്, നിങ്ങൾ അന്വേഷിക്കുന്നു എന്നതാണ്, അല്ലേ? നാം എന്തുകൊണ്ട് അന്വേഷിക്കണം? നിങ്ങൾ ഊർജമായതുകൊണ്ട് അന്വേഷിക്കണം. യു മസ്റ്റ് സീക്ക് ബിക്കോസ് യു ആർ എനർജി. ആ എനർജി അല്ലെങ്കിൽ ആ ഊർജത്തിന്റെ സ്വഭാവം എന്താണ്? അപ്പം സൂര്യനിൽ നിന്ന് വെളിച്ചം ഭൂമിയിലേക്ക് വരുന്നു, അല്ലേ? അതിന്റെ അർത്ഥം എന്താണ്? സൂര്യനിൽ നിന്ന് വെളിയിലേക്ക് ബഹിർഗമിക്കുന്നു, വെളിയിലേക്ക് ഒഴുകുന്നു എന്നതുപോലെ തന്നെ നമ്മുടെ വ്യക്തിത്വത്തിൽ നിന്നും ജീവന്റെ ഊർജം പരിസരങ്ങളിലേക്ക്, ലോകത്തിലേക്ക് വ്യാപിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. എന്നാൽ മാത്രമേ നാം യഥാർത്ഥത്തിൽ ജീവിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ജീവിക്കുന്ന ശവം പോലെ 60, 70, 80, 90 വർഷം ഈ ഭൂമിക്ക് ഭാരമായി കടന്നുപോയി എന്നല്ലാതെ
ഞാൻ യഥാർത്ഥത്തിൽ ജീവിച്ചു, യേശു പറഞ്ഞ പോലെ സമൃദ്ധമായി ജീവിച്ചു എന്ന ഒരവസ്ഥയോ ഒരു സന്തോഷമോ അനുഭവിപ്പാൻ ആൾക്ക് കഴിയാതെ പോകുന്നു. അപ്പൊ അതുകൊണ്ടാണ് യേശു തന്നെ ജീവന്റെ ജലമായി പരാമർശിച്ചത്. ജീസസ് സെഡ്, ഐ ആം ദ ലിവിങ് വാട്ടേഴ്സ്. അതിന്റെ അർത്ഥം എന്താണ്? അത് ഒഴുകുന്ന ജലമാണ്, അത് മറ്റുള്ളവരിലേക്ക് പ്രവഹിക്കുന്ന ജലമാണ്. അതാണ് വാസ്തവത്തിൽ ജീവന്റെ സ്വഭാവം. എന്താണ്? ഒഴുക്കാണ്. എവിടെയെങ്കിലും ഉറഞ്ഞ കല്ല് പോലെ ഇരിക്കുന്നത് ജീവന്റെ മർമ്മമല്ല, അത് മരണത്തിന്റെ സ്വഭാവമാണ്. അതുകൊണ്ട് യേശു പറയുന്നു, ലോകത്തിന്റെ വെളിച്ചമായി യേശു പറയുന്നു, ഞാൻ ആരാണ്? ഞാൻ ജീവന്റെ ജലമാണ്, ഒഴുകുന്ന പ്രവാഹമാണ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ യേശു പറയുന്നു, പരിശുദ്ധാത്മാവിനെ പറ്റി യേശു പറഞ്ഞത് എന്താണ്? പരിശുദ്ധാത്മാവ് എന്തുപോലെയാണെന്നാണ് പറഞ്ഞത്? കാറ്റ് പോലെയാണ് എന്നാണല്ലേ പറഞ്ഞത്. അത് എവിടെ നിന്ന് വരുന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ ആരും അറിയുന്നില്ല. അതൊരു അനന്തമായ പ്രവാഹമാണ്. കാരണം എന്താണ്? ഈ ഊർജത്തിന്റെ സ്വഭാവം അത് ഒരിടത്തും തളം കെട്ടി കിടക്കാൻ ഒക്കത്തില്ല, അത് ഒഴുകിക്കൊണ്ടേയിരിക്കണം. അതൊരു പ്രവാഹമാണ്. നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഊർജസ്വലതയും ആധികാരികതയും ഈ പ്രവാഹം എന്ന് പറയുന്ന, ഈ ഫ്ലോ എന്ന് പറയുന്ന, ഈ ഔട്ട്വേർഡ് ഫ്ലോ ഓഫ് എനർജി എന്ന് പറയുന്ന ആശയത്തോട് അനുബന്ധമായി മനസ്സിലാക്കാൻ നാം ശ്രമിക്കണം. നമ്മൾ ബഹുഭൂരിപക്ഷം ആളുകളും വയസ്സരാണല്ലോ. ഞാനിപ്പോൾ വയസ്സനാണ്. നമുക്ക് പ്രായമാകുമ്പോൾ നമ്മുടെ അവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? നമുക്ക് ഊർജമില്ല. വി ഹാവ് എ വെരി റെഡ്യൂസ്ഡ് ഫണ്ട് ഓഫ് എനർജി. നമുക്ക് വേണ്ടതുപോലെ ഊർജമില്ല. ഇതല്ലേ നമ്മുടെ പ്രശ്നം. എന്നാൽ 103-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, അവരുടെ യൗവനം കഴുകനെ പോലെ പുതുകി വരും എന്ന് പറയുമ്പോൾ ശരീരത്തിന്റെ യൗവനമല്ല ഈ പറയുന്നത്. ശരീരത്തിന്റെ ഊർജം കുറയും, യാതൊരു സംശയവുമില്ല. അതിനെ ഒരു വൈദ്യനും പിടിച്ചു നിർത്താൻ സാധ്യത. പക്ഷെ അത് സംഭവിക്കുമ്പോൾ തന്നെ മനസ്സിന്റെയും ആത്മാവിന്റെയും ഊർജവും വീര്യവും വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കും. അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കണം എന്നതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നാം ചെയ്യുന്ന കോഴ്സിനെ സംബന്ധിച്ചിടത്തോളം അതിന് ഇപ്രകാരമുള്ള സാധ്യതകളും കൂടെ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിൽ എവിടെയെങ്കിലും കുറിച്ചിടണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് മുൻപോട്ട് പോകാം. അപ്പോൾ നാം വെളിച്ചത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണെന്ന് പറയുമ്പോൾ അതിന്റെ ആശയങ്ങൾ എന്താണ് നാം മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. Secondly, it is in the nature of energy to flow and cross barriers. എവിടെയെങ്കിലും ഊർജത്തെ മനുഷ്യൻ വരച്ച വരെ നിർത്താനൊക്കെ അത് അതിരുകളെ കവച്ചു വെക്കുന്നതാണ്, മതിലുകളെ മുറിച്ച് അപ്പുറത്ത് കടക്കുന്നതാണ്. അത് യേശു മനോഹരമായ ഒരു ഉപമയിൽ കൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതാണ് ഗോതമ്പ് മണിയുടെ ഉപമ. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ 25-ാം വാക്യം മുതൽ. അപ്പോൾ ഈ ഗോതമ്പ് മണിയെ സംബന്ധിച്ചിടത്തോളം അതിന് 2 സാധ്യതകളുണ്ട്. അത് അതിൽ തന്നെ ഒരു കല്ല് പോലെ ഇരിക്കുക. രണ്ടാമത്തെ സാധ്യത അത് വിതയ്ക്കപ്പെട്ട് അതൊരു ഒഴുക്കായി മാറി. വിതയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രം എ സിറ്റുവേഷൻ ഓഫ് സ്റ്റാഗ്നേഷൻ ഇൻ ടു എ സിറ്റുവേഷൻ ഓഫ് മൂവ്മെന്റ്. വിതയ്ക്കണമെങ്കിൽ എറിയപ്പെടണ്ടേ? എറിഞ്ഞ് കളയുന്ന അല്ലെങ്കിൽ ഭൂമിയിലേക്ക് നിക്ഷേപിക്കപ്പെടുന്ന വിത്തുകൾ ഭൂമിക്കുള്ളിൽ പലവിധമായ പ്രക്രിയകൾക്ക് വിധേയമായി അതൊരു പുതിയ അവസ്ഥയിലേക്ക് മുന്നേറുകയാണ്. ഇറ്റ്സ് എ ഫ്ലോ. പ്രകൃതി മുഴുവനും ഈ ഊർജത്തിന്റെ ഒഴുക്കമാണ്, പ്രവാഹങ്ങളാണ്. അപ്പോ ഈ വിതയ്ക്കപ്പെട്ട ഗോതമ്പ് മണി അതിൽ തന്നെ തങ്ങി നിൽക്കാതെ അതിൻ്റെ അപ്പുറത്തേക്കുള്ള അതിൻ്റെ ബുദ്ധിയെ കവച്ചു വയ്ക്കുന്ന ഒരു വലിയ 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 ലോകത്തിന്റെ ഭാഗമായി തീരുകയാണ്. തൽഫലം അങ്ങ് ദൂരെയുള്ള സൂര്യനോടും പോലും ബന്ധപ്പെട്ട് അതൊരു പുതിയ അവസ്ഥയിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ നാം ഈ ഗോതമ്പ് മണി ഒന്ന് ശ്രദ്ധിക്കുമ്പോൾ അതിൻ്റെ ആരംഭം ഊർജത്തിലായിരുന്നു. ദ വീറ്റ് ഒറിജിനേറ്റഡ് ഇൻ എനർജി. കാരണം മറ്റാരോ വിതച്ചിട്ടാണ് ഇപ്പോഴീ ഗോതമ്പ് മണി ഉണ്ടായത്. അപ്പോൾ ദ വീറ്റ് ഒറിജിനേറ്റഡ് ഇൻ എനർജി, ഇറ്റ് ഗ്രൂ അപ്പ് ഡ്യൂ ടു എനർജി.
അത് സൂര്യന്റെ പ്രകാശമൊക്കെ കൊണ്ട് വെള്ളത്തിന്റെ ഊർജം എടുത്ത് അങ്ങനെ പലവിധമായ ഊർജങ്ങളുടെ സമ്മേളനമായിട്ടാണ് ഒരു ഗോതമ്പ് ചെടി വളർന്നു വരുന്നതും അതിൽ ഗോതമ്പ് ഉണ്ടാകുന്നതും അത് ഫലമായി നാം ഏറ്റെടുക്കുന്നതും. മാത്രവുമല്ല, ഇറ്റ് ഹാസ് ടു ബിക്കം എനർജി വൺസ് അഗൈൻ. അതിനെ ആരെങ്കിലും ഭക്ഷിച്ചിട്ട് അത് മനുഷ്യന്റെ ഉള്ളിൽ ഊർജമായി മാറി അവന് പ്രവർത്തനക്ഷമത നൽകുന്നു. അപ്പൊ ഇതാണ് ഞാൻ ഈ ഊർജത്തിന്റെ പ്രവാഹം എന്ന് ഞാൻ പറയുന്നത്. കടുകുമണിയിൽ നിന്ന് ഭൂമിയിലേക്കും ഭൂമിയിൽ നിന്ന് വീണ്ടും ഗോതമ്പ് മണിയിൽ നിന്ന് ഭൂമിയിലേക്കും ഭൂമിയിൽ നിന്ന് വീണ്ടും ഗോതമ്പ് ചെടിയിലേക്കും ഗോതമ്പ് ചെടിയിൽ നിന്ന് മനുഷ്യനിലേക്കും മനുഷ്യനിൽ നിന്ന് വീണ്ടും ഗോതമ്പ് മണിയിലേക്കും ഇങ്ങനെയുള്ള മനോഹരമായ ഒരു ഒഴുക്കിന്റെ അവസ്ഥയെ പറ്റിയാണ് യേശു ഇവിടെ പറയുന്നത്. മൂന്നാമതായിട്ട്, നമ്മുടെ വ്യക്തിത്വത്തിന്റെ വില, അതിൻ്റെ ആരോഗ്യം, അതിൻ്റെ സൗന്ദര്യം, അതിൻ്റെ ഫലഭൂഷ്ടി, ഇതെല്ലാം നിശ്ചയിക്കുന്നത് നമ്മുടെ എനർജി ലെവൽസ് ആണ്. എനർജി ഇല്ലെങ്കിൽ ഒന്നുമില്ല എന്ന് മാത്രവുമല്ല, ആ എനർജിയെ എങ്ങനെ നമ്മൾ പ്രയോജനപ്പെടുത്തണം, ഹൗ വിൽ യു യൂസ് ഓർ അപ്ലൈ യുവർ എനർജി. നമുക്ക് നമ്മുടെ എനർജിയെ രണ്ട് വ്യത്യസ്തമായ വിധത്തിൽ ഉപയോഗിക്കാൻ സാധിക്കും. നല്ലതിനും തീയതിനും, സൃഷ്ടിപരമായ കാര്യത്തിനും നശീകരണത്തിനും. സാത്താൻ ആരാണ്? സാത്താനും വലിയ എനർജി ഉണ്ട്. എന്നാൽ അത് നാശത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കാനേ സാത്താന് കഴിയുകയുള്ളൂ. whereas God is the creative energy, Satan is the destructive, the corrupting, the deforming energy. അപ്പോൾ ഈ രണ്ട് സാധ്യത എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വ്യക്തിത്വത്തിലുമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് യേശു പറയുന്നത്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമായി തീരണം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുന്ന ജീവന്റെ ഊർജത്തെ ദൈവികമായ അച്ചടക്കത്തിൽ അതിൻ്റെ പൂർണ്ണ തോതിൽ പ്രയോജനപ്പെടുത്തുവാൻ നിങ്ങൾ കൂട്ടാക്കണം. നമുക്കറിയാം, നമ്മൾ നേതാക്കന്മാരെ നോക്കുമ്പോൾ അവർക്ക് എത്രമാത്രം എനർജി ഉണ്ട് എന്നതാണ് സാധാരണ ആളുകൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ വെറും പഴം വിഴുങ്ങിയായ ഒരു നേതാവിൻ്റെ പ്രകാരം പോകാറില്ല. മഹാത്മാഗാന്ധിയെ പറ്റി ഞാൻ ചിന്തിക്കുമ്പോൾ ആ ചെറിയ ശരീരത്തിൽ ഉണ്ടായിരുന്ന വലിയ എനർജി എന്തായിരുന്നു ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. അപ്പം അതുകൊണ്ട് ആ എനർജിയുടെ എത്രയോ വലിയ തോതിലാണ് യേശുവിൽ ആ എനർജി നാം കാണുന്നത്. അപ്പം ആ അത്രമാത്രം എനർജിയുള്ള ഊർജമുള്ളൊരു വ്യക്തിത്വത്തോട് ആരെങ്കിലും ബന്ധം പുലർത്തിയാൽ അതിൻ്റെ ഫലം അവർക്കുടനെ അനുഭവവേദ്യമായി തീരും എന്നത് സുവിശേഷത്തിലെ അനേക സംഭവങ്ങൾ കൊണ്ട് വ്യക്തമാണ്. ഞാൻ ഇത് ഓരോരോ ഉദാഹരണങ്ങൾ എടുത്ത് ഇപ്പോൾ അത് സമർത്ഥിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളത് ഒന്ന് പരിഗണിച്ചാൽ മനസ്സിലാകും. യേശുവിനെ കാണാൻ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, യേശു ആരോടെങ്കിലും ഇടപെട്ടിട്ടുണ്ടെങ്കിൽ എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ അത് ഞാൻ ഈ പറഞ്ഞ കാര്യത്തെ കൂടുതൽ വ്യക്തമാക്കും. നാം വളർച്ചയെപ്പറ്റി ചിന്തിക്കുമ്പോൾ എന്താണ് വളരുക എന്ന് പറഞ്ഞാൽ, മനുഷ്യന്റെ വളർച്ച വാസ്തവത്തിൽ അവന്റെ ഊർജത്തിന്റെ വളർച്ചയാണ്. Our development, our growth involves increase in energy levels at all, increase in energy at all levels. ഇപ്പൊ ശരീരത്തിന്റെ ഊർജം വർദ്ധിക്കും, മനസ്സിന്റെ ഊർജം വർദ്ധിക്കണം, അല്ലെങ്കിൽ മെന്റലി റിട്ടാർഡ് ആണെന്ന് പറയും. അതുപോലെ ആത്മാവിൻ്റെയും ഊർജം വർദ്ധിക്കണം. അങ്ങനെയാണ് നമ്മുടെ വളർച്ചയെപ്പറ്റി മനസ്സിലാക്കേണ്ടത്. അതല്ലാഞ്ഞാൽ നമ്മൾ വെറും സക്കായിയെ പോലെ കൃശഗാത്രരായി ഒട്ടും വളർച്ചയില്ലാതെ അങ്ങനെ ആയിപ്പോകും. അത് വളരെ സങ്കടമാണ്. സോ വെൻ അവർ എനർജി ലെവൽ ഈസ് നിയർ സീറോ, വി ബിക്കം ലൈക്ക് ദ പാരലിറ്റിക്. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ ഒരു പക്ഷപാത രോഗിയെ നാം കാണുന്നുണ്ട്. അവന്റെ പ്രശ്നം എന്താണ്? അവൻ പക്ഷപാത രോഗി എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? അവന്റെ ഉള്ളിൽ എനർജി ഒട്ടുമേ ഇല്ല. നോട്ട് സീറോ, ബട്ട് നിയർ സീറോ. എന്നാൽ അവന്റെ ഉള്ളിൽ അതിന്റെ സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിയാൻ യേശുവിന് മാത്രമേ കഴിയുന്നുള്ളൂ, മറ്റാർക്കും അത് സാധിക്കുന്നില്ല. അതിനെ ഉണർത്തിക്കൊണ്ടാണ് യേശു പറയുന്നത്, നീ നിന്റെ കിടക്ക എഴുന്നേറ്റ് നടക്കുക. അപ്പം തികച്ചും നിർജീവമായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന്
ഒരു ഊർജ്ജസ്വലതയിലേക്ക് യേശു അവനെ വഴി നടത്തുന്നതാണ് അവിടുത്തെ രോഗശാന്തിയായി നാം മനസ്സിലാക്കേണ്ടത്. പക്ഷെ നാം രോഗശാന്തിയെ ഇപ്പോഴങ്ങനെയല്ല മനസ്സിലാക്കുന്നത്, വേറൊരു പ്രശ്നമാണ്. ഞാനിപ്പോൾ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. ഇനിയും ഇതിന്റെ മറ്റൊരു വശം നാം മനസ്സിലാക്കണമെങ്കിൽ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ 45-ാം വാക്യത്തിൽ യേശു തന്നെ പറ്റി പറയുന്നു, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷ ചെയ്യുവാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലേക്ക് കൊടുപ്പാനും അത്രേ വന്നത്. അപ്പൊ ഈ ശുശ്രൂഷ ചെയ്യണമെങ്കിൽ ഊർജം വേണ്ടേ, എനർജി വേണ്ടേ? എന്തുകൊണ്ടാണ് നമുക്ക് ശുശ്രൂഷ ചെയ്യാൻ മടി? ആ ശുശ്രൂഷയോടുള്ള വെറുപ്പല്ല, നമുക്ക് അതിനുള്ള ഊർജമില്ലാത്തത് കൊണ്ടാണ്, അത് നാം ഡെവലപ്പ് ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പോൾ യേശുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഉള്ളിൽ ഈ ജീവന്റെ ഊർജം കരകവിഞ്ഞൊഴുകിക്കൊണ്ടേയിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ വന്നത് എൻ്റെ ജീവനെ മനുഷ്യജാതിയുടെ ആകമാനമായ ഉദ്ധാരണത്തിന് മറുവിലയായി കൊടുക്കാനായി വന്നു എന്ന് പറയുമ്പോൾ യേശു അവൻ്റെ ഉള്ളിൽ തിരിച്ചറിഞ്ഞ അവസ്ഥ എത്ര അത്ഭുതാവഹമാണെന്ന് ഞാൻ ഓർത്ത് അതിശയിച്ചു പോയിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് എഴുന്നേറ്റ് രണ്ടു കാലം നിൽക്കാൻ മേലാത്ത അവസ്ഥയിലാണ്, അത്രമാത്രം നാം ബലഹീനരായിപ്പോയി. അപ്പോൾ യേശു പറയുന്നു, നിങ്ങൾ എന്നെ പോലെ ആയിത്തീരുവീൻ. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 4-ാം വാക്യത്തിൽ യേശു പറയുന്നു, നിങ്ങൾ എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കാം. എൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ എന്നെ പോലെ, എൻ്റെ അവസ്ഥ എന്താണോ അതിനോട് താതാത്മ്യം പ്രാപിപ്പീൻ. അല്ലാതെ യേശുവിൻ്റെ അകത്ത് വസിക്കാനോ യേശു നമ്മൾ വസിക്കാനോ സാധ്യമല്ല. ഇംഗ്ലീഷിൽ തന്നെ ഫോറിൻ ബോഡി എന്ന് പറയും. ഇപ്പോൾ നാം യേശുവിൽ വസിക്കുകയും യേശു നമ്മളിൽ വസിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം ദർ ഇസ് എ സിങ്ക്രണൈസേഷൻ ഓഫ് ടു സെൻറ്റേഴ്സ് ഓഫ് എനർജി. നമ്മൾ ഓരോരുത്തരും എനർജിയാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. യേശു ലൈഫ് എനർജിയുടെ പരമമായ ആവിഷ്കാരമാണ്. ഇത് തമ്മിലുള്ള പൊരുത്തത്തിൻ്റെ പേരാണ് ആത്മീയ ജീവിതം എന്ന് പറയുന്നത്. അതാണ് യേശു പറയുന്നത്, നിങ്ങൾ എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിൽ വസിക്കാം. അങ്ങനെയെങ്കിൽ നിങ്ങൾ അധിക ഫലം കായ്ക്കും. അതിനെപ്പറ്റി ഞാൻ വേറൊരു സെഷൻ തന്നെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ പാപം എന്താണ് എന്ന് നാം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഇടയിൽ സാധാരണ പാപത്തെ ഇങ്ങനെയല്ല മനസ്സിലാക്കുന്നത്. മനുഷ്യ ജീവിതത്തിൻ്റെ നന്മ ചെയ്യാനുള്ള ഊർജം, ദൈവികമായി പ്രവർത്തിക്കാനുള്ള ഊർജത്തെ കെടുത്തുന്നത് എന്തും പാപമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒന്നും ചെയ്യാതിരിക്കുന്നതും പാപമാണ്. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ ധനികന്റെയും ലാസറിന്റെയും കഥയിൽ ധനികൻ ഒന്നും ചെയ്തില്ല, അതാണ് പാപം. അവന് ദൈവം നൽകിയ ഊർജം, അവന്റെ വ്യക്തിത്വത്തിന്റെ ഊർജം, അവന്റെ പടിവാതിൽ കിടന്ന് മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് പകരുവാൻ അവന് കഴിഞ്ഞില്ല എന്നതാണ് അവനെ നരകത്തിന് അർഹനാക്കിയത് എന്നതാണ് മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വിധത്തിലാണ് വാസ്തവത്തിൽ യേശു പാപം എന്ന് പറയുന്ന അവസ്ഥയെ മനസ്സിലാക്കിയിരുന്നത്. എന്നാൽ ഞാൻ മുൻപ് പലതവണ പറഞ്ഞിട്ടുള്ളത് പോലെ യേശു വ്യക്തികളെ കാണുമ്പോൾ പാപം എന്ന ആശയത്തിൽ കൂടെ അല്ല അവരെ കണ്ടുകൊണ്ടിരുന്നത്, ജീവൻ എന്ന ആശയത്തിൽ കൂടെയാണ്. അവരിൽ മറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ മൂടി വയ്ക്കപ്പെട്ടിരിക്കുന്ന ജീവന്റെ വെളിച്ചം എപ്രകാരമാണ് പ്രകാശിതമായി തീരുവാൻ അവരെ സഹായിക്കേണ്ടത് എന്ന അന്വേഷണത്തിൽ മാത്രമേ യേശു വ്യക്തികളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് വാസ്തവത്തിൽ ഗോഡ്സ് വർക്ക് അല്ലെങ്കിൽ ദൈവികമായ ദൗത്യം, ദിവ്യ ശുശ്രൂഷ എന്നൊക്കെ പറയേണ്ടത്. പക്ഷെ അങ്ങനെയല്ല നാം ഇപ്പോൾ മനസ്സിലാക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാവുന്നത്. ഇനി ഈ ഒരു അവസ്ഥയിൽ നാം ഇത്രയും പല കാര്യങ്ങൾ വേദപുസ്തകത്തിൽ തന്നെ കണ്ടു. ഇനിയും മനഃശാസ്ത്രത്തിലേക്ക് അല്പസമയം ഞാൻ നിങ്ങളെ ഒന്ന് ക്ഷണിക്കുകയാണ്. മനഃശാസ്ത്രത്തിൽ ഞാൻ പ്രധാനമായും രണ്ട് മനഃശാസ്ത്രജ്ഞന്മാരെയാണ്, സൈക്കോളജിസ്റ്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. സിഗ്മണ്ട് ഫ്രോയിഡ് എന്നും കാൾ യുങ് എന്ന് പറഞ്ഞ രണ്ട് അതികായന്മാർ, ആധുനിക മനഃശാസ്ത്രത്തിന്റെ തലതൊട്ടപ്പന്മാർ അവരാണ്. നിങ്ങൾ അവരുടെ ഒരു കൃതിയും വായിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പവുമില്ല. അവരിൽ നിന്ന് നമുക്ക് പ്രയോജനപ്പെടുന്ന ആശയങ്ങൾ ഞാൻ ഏറ്റവും സരളമായി നിങ്ങളുമായി പങ്കിടുന്നതാണ്. എന്നിട്ട് നിങ്ങൾക്ക് വായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്ത് വായിക്കണമെന്നും ഞാൻ സജസ്റ്റ് ചെയ്യാം, നിങ്ങൾ താല്പര്യമുള്ളവർക്ക് വേണ്ടി. നിങ്ങൾ ഒറിജിനൽ സൈക്കോളജി വായിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പവുമില്ല, അതിനെപ്പറ്റി വ്യാകുലപ്പെടേണ്ട. അപ്പോൾ ഫ്രോയിഡ് ആദ്യം പറയുന്നത്, ഒരു കുഞ്ഞ് ജനിച്ച് അത് വളർന്നൊരു 4 വയസ്സ് വരെ അതിൻ്റെ ആകെപ്പാടെയുള്ള താല്പര്യം അമ്മയോടുള്ള ബന്ധത്തിൽ ജീവൻ നിലനിർത്താനുള്ള ശുശ്രൂഷകൾ, നർച്ചർ എന്ന വാക്കാണ്. ഇപ്പോൾ ആഹാരം കൊടുക്കുന്നു, അതിനെ സംരക്ഷിക്കുന്നു, കുളിപ്പിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ.
എന്നാൽ 4 വയസ്സൊക്കെ കഴിയുമ്പോൾ ഒരു കുട്ടിയുടെ ഉള്ളിൽ ലൈംഗികമായ ഊർജം ഉടലെടുത്തു തുടങ്ങും. സെക്ഷൽ എനർജി ബിഗിൻസ് ടു ഡെവലപ്പ് ഇൻ എൻ ഏർലി സ്റ്റേജ് ഫ്രം ദ ഏജ് ഓഫ് 4. അതിന് ഫ്രോയിഡ് ഉപയോഗിക്കുന്ന വാക്കാണ് ലിബിഡോ എന്നുള്ളത്. അതിന് മലയാളം വാക്ക് എനിക്കറിയില്ല. ലിബിഡോ, LIBIDO, ലിബിഡോ. അപ്പോൾ അദ്ദേഹം പറയുന്നത്, നമ്മൾ സാധാരണ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ നമ്മുടെ പരമ്പരാഗതമായ ട്രഡീഷണൽ ആയിട്ടുള്ള ആശയങ്ങൾ വെച്ച് വി ഓൾവേസ് ട്രൈ ടു സപ്രസ് ദ ലിബിഡോ ഓഫ് ദ ചൈൽഡ്. ഒരു കുഞ്ഞിൻ്റെ ഇപ്രകാരമുള്ള വളർച്ചയുടെ സ്വാഭാവികമായ അംശമായ ഈ ലൈംഗിക എനർജിയെ അത് പ്രകടിപ്പിക്കാൻ കുഞ്ഞിനെ നമ്മൾ അനുവദിക്കാറില്ല, നമ്മൾ സപ്രസ് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് എന്ത് ചോദിച്ചാൽ ദി ചൈൽഡ്സ് പേഴ്സണാലിറ്റി ഗെറ്റ്സ് ഡിസ്റ്റോർട്ടഡ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ തിയറി. അങ്ങനെയാണ് ഈ ന്യൂറോസിസ് ഉണ്ടാകുന്നത്. ഇത് വളരെ വിശാലമായ തിയറിയാണ്. ഞാൻ അതിൻ്റെ ഒരു അംശം മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോൾ the personality of the child gets distorted through repression. ആ അവസ്ഥയ്ക്ക് ന്യൂറോസിസ് എന്ന് പറയും. ഇനി നമ്മൾ ഹിന്ദു ഫിലോസഫി നോക്കുമ്പോൾ 2 തരത്തിലുള്ള വ്യക്തിത്വങ്ങളെ ഹിന്ദു ഫിലോസഫി അംഗീകരിക്കുന്നുണ്ട്. ഞാൻ ഹിന്ദു ഫിലോസഫിയോട് കൊണ്ടുവരാൻ കാര്യം, ഫ്രോയിഡിനെയും പ്രത്യേകിച്ച് കാൾ യുങ്ങിനെയും ഹിന്ദു മിത്തോളജി വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു എന്നതാണ് എൻ്റെ സത്യം. അപ്പോൾ ഹിന്ദു മതത്തിൽ എന്താണ് പറയുന്നത്, ഹിന്ദു ദാർശനികതയിൽ എന്താണ് പറയുന്നത്? 2 തരത്തിലുള്ള വ്യക്തിത്വങ്ങൾ, അതിനെ രജസ് എന്നും തമസ് എന്നും പറയും. രജസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് എനർജി, തമസ് എന്ന് പറഞ്ഞാൽ അന്ധകാരം, നെഗറ്റീവ് എനർജി. ചില വ്യക്തികൾ അങ്ങനെയാണ്, അവർ എപ്പോഴും പോസിറ്റീവായിരിക്കും. ചിലര് എന്ത് പറഞ്ഞാലും എങ്ങനെ നോക്കിയാലും തമസിന്റെ വ്യക്തിത്വം, അവർ എല്ലാറ്റിനെയും തമസ്കരിക്കും. ഇപ്പോൾ നമുക്കറിയാം, യേശു പറഞ്ഞ താലന്തുകളുടെ ഉപമയിൽ 3 ഭൃത്യന്മാർ, ഒരുത്തന് 5, ഒരുത്തന് 2, മറ്റവന് 3. ആദ്യത്തെ 2 ഭൃത്യന്മാർ നല്ലവരും വിശ്വസ്തരുമായ ദാസന്മാരെ യജമാനൻ പറയുന്ന അവർ രജസ് വ്യക്തിത്വമുള്ളവരാണ് ഹിന്ദു ഫിലോസഫിയുടെ ഭാഷയിൽ പറഞ്ഞാൽ. 3ാമത്തവൻ കിട്ടിയ താലന്ത് കൊണ്ട് കുഴിച്ചിട്ടവൻ, താലന്ത് കുഴിച്ചിട്ട ശേഷം അത് നൽകിയ യജമാനന്റെ നേരെ ചീത്ത പറഞ്ഞവൻ, അവൻ തമസിന്റെ വ്യക്തിത്വമുള്ളവനാണ്. ഇത് സൈക്കോളജിയുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന അറിവായതുകൊണ്ട് എൻ്റെ ഈ സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇൻ തമാസിക് പേഴ്സണാലിറ്റി ഓറിയന്റഡ് ടുവേർഡ്സ് തമസ്, the vital energy is minimum. Inertia is a characteristic. For example, some people are always tired. എന്തെങ്കിലും പറഞ്ഞാൽ അയ്യോ ഞാൻ ഇപ്പം മറിഞ്ഞ് വീഴും, എനിക്ക് നിൽക്കാൻ വയ്യ, എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞു. അത് അവർ ചുമ്മാ പറയുന്നതല്ല, അവരുടെ യഥാർത്ഥത്തിലുള്ള അവസ്ഥയെ അവർ വെളിപ്പെടുത്തുന്നു എന്ന് മാത്രമാണ്. സോ ദാറ്റ് ഇൻക്യൂറബിളി നെഗറ്റീവ്. അപ്പം അതുകൊണ്ട് മനുഷ്യന്റെ ജീവിതത്തിൽ വളരെ ആവശ്യമായ കാര്യം റിന്യൂവൽ ഇൻ ആർ ലൈഫ് എനർജി. ഞാൻ ശരീരത്തിന്റെ ഊർജം വീണ്ടെടുക്കാൻ നല്ല ഈ പറയുന്നത്, ദയവായി തെറ്റിദ്ധരിക്കരുത്. ഐ ആം ടോക്കിംഗ് അബൌട്ട് റിന്യൂവൽ ഇൻ ആർ ലൈഫ് എനർജി ഓർ വൈറ്റൽ എനർജി വിച്ച് ഇൻവോൾവ്സ് all 3 dimensions as well as our relationship with God. ഇതെല്ലാം കൂട്ടിയിട്ടാണ് ഞാൻ ഈ ലൈഫ് എനർജി അല്ലെങ്കിൽ വൈറ്റൽ എനർജി എന്ന് പറയുന്നത്. ഞാനത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും, പക്ഷെ വിശദീകരണം ആവർത്തിക്കുകയില്ല. ഈ എക്സ്പ്രഷൻ, അതായത് ലൈഫ് എനർജി എന്നോ വൈറ്റൽ എനർജി എന്ന് പറയുമ്പോൾ ദയവായി മനസ്സിലാക്കുക, ശരീരത്തിന്റെ ഊർജത്തെ മാത്രമല്ല ഞാൻ ഈ പറയുന്നത്. ശരീരം, മനസ്സ്, ആത്മാവ്, ഇവ 3ഉം ഒന്നുപോലെ പ്രവർത്തിക്കുന്നതിൽ നിന്ന് ഉദിക്കുന്ന അത്ഭുതകരമായ ഊർജവും ആ ടോട്ടൽ എൻറ്റിറ്റി ദൈവത്തോടുള്ള ബന്ധത്തിൽ ആകുമ്പോൾ അത് അതിൽ കൂടെ വലിയ തോതിൽ വീണ്ടും വീര്യം പ്രാപിക്കുന്ന അവസ്ഥ എല്ലാം കൂടെ ചേർത്തിട്ടാണ് ഈ വൈറ്റൽ എനർജി എന്ന് ഞാൻ പറയും. സോ ആ സ്പിരിച്വൽ ഡ്യൂട്ടി, നമ്മുടെ ആത്മീയമായ കടമ എന്താണ്? ഇസ് ടു കീപ് അവർ ലൈഫ് എനർജി റിന്യൂഡ്. ഇതിനെപ്പറ്റി നമ്മളെ ആരെങ്കിലും ഇന്നുവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നോടാരും ഇത് ഇന്നുവരെ പറഞ്ഞിട്ടുമില്ല. So we have to keep our life energy renewed. If we do that, what happens? We can slow down even the aging process. നമ്മുടെ ശരീരം ജീർണിച്ചു പോകുന്നതിനെ പോലും
അത് കുറച്ചുകൂടെങ്കിലും മന്ദഗതിയിലാക്കാൻ നമുക്ക് സാധിക്കും. ശരീരത്തിൻ്റെ ക്ഷീണം വർദ്ധിക്കുമ്പോൾ മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും വീര്യം വർദ്ധിപ്പിക്കാനും അത് ദൈവമായുള്ള ബന്ധത്തിൽ അതിൻ്റെ വീര്യം കൂടുതലായി മേൽത്തരമാക്കി തീർക്കാനും കഴിയുന്നതിൽ കൂടെ ശരീരത്തിൻ്റെ പോലും ജീർണത തടയാൻ ഒരു പരിധിവരെയെങ്കിലും സാധിക്കുമെന്നത് സത്യമാണ്. ആയുർവേദത്തിൽ ഒന്നും പോകേണ്ട കാര്യമില്ല, പണം ചെലവാക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഞാൻ അനുഭവം കൊണ്ടും കൂടെ പറയുകയാണ്. ഇനിയും ഇവിടെ ഞാൻ ഫ്രോയിഡിനെ പറ്റിയും കാൾ യുങ്ങിനെ പറ്റിയും പറഞ്ഞു. ഇവർ തമ്മിലൊരു വ്യത്യാസം ഇവിടെ പറയേണ്ട അത്യാവശ്യമുണ്ട്. അതും മനസ്സിലാക്കാൻ ഒരു പ്രയാസവുമില്ല. ഫ്രോയിഡ് ഈ ലൈഫ് എനർജിയെ, ലിബിഡോ, ലൈംഗികമായ വിധത്തിൽ മാത്രം കണ്ടപ്പോൾ കാൾ യുങ്ങിൻ്റെ അപ്പനൊരു പുരോഹിതനായിരുന്നു. ഹി കംസ് ഫ്രം എ റിലീജിയസ് ട്രഡിഷൻ. ഫ്രോയിഡ് വിയന്നയിലും കാൾ യുങ് സ്യൂറിക്കിലുമാണ് പ്രവർത്തിച്ചത്. അപ്പോൾ ഇവരെ പറ്റി പറയുന്നത് ദ വിയന്നി സ്കൂൾ എന്നും സ്യൂറിക് സ്കൂൾ ഓഫ് സൈക്കോളജി എന്ന് പറയാം. അതുപോലെ നമുക്ക് തൽക്കാലം അതിൻ്റെ പുറകെ പോകണ്ട. അപ്പോൾ ഫ്രോയിഡും യുങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, യുങ്ങിൻ്റെ കാഴ്ചപ്പാട് ആധ്യാത്മികമായിരുന്നു. ഫ്രോയിഡ് ഒരു മെറ്റീരിയലിസ്റ്റ് ആയിരുന്നു, ഭൗതികവാദം. അദ്ദേഹം ദൈവത്തിൽ വിശ്വസിച്ചിരുന്നില്ല, മതത്തിൽ വിശ്വസിച്ചിരുന്നില്ല. ഇതൊക്കെ മിഥ്യയാണ്. മനുഷ്യൻ്റെ വീര്യം കെടുത്താൻ മാത്രമേ ഇത് കൊള്ളത്തുള്ളൂ. അതേ ആശയം പിന്നെ ഫിലോസഫിയിൽ വരുമ്പോൾ നീഷയിൽ നമ്മൾ കാണുന്നുണ്ട്. തൽക്കാലം നമുക്ക് സൈക്കോളജിയിൽ മാത്രം പിടിച്ചു നിൽക്കാം. അപ്പോൾ ഫ്രോയിഡും യുങ്ങും തമ്മിലുള്ള വ്യത്യാസം, യുങ് പറയുന്നത് ഫ്രോയിഡിൻ്റെ ലിബിഡോ അത് ലൈംഗികമായി മാത്രം നിങ്ങൾ മനസ്സിലാക്കരുത്, അത് വിശാലമായ വിധത്തിൽ ഞാൻ പറയുന്നത് പോലെ ജീവന്റെ ആകത്തുകയായ എനർജി, ദ ടോട്ടൽ ലൈഫ് എനർജി ഓഫ് ദ ഇൻഡിവിജ്വൽ മസ്റ്റ് ബി അണ്ടർസ്റ്റുഡ് ആസ് ഹിസ് ലിബിഡോ എന്നാണ് യുങ് പറയുന്നത്. അതാണ് ആത്മീയമായി നോക്കുമ്പോൾ അതാണ് ഏറ്റവും അധികം നമുക്ക് പ്രയോജനം ചെയ്യുന്നത്. സോ ഫ്രോയിഡ് ഗോട്ട് സ്റ്റക്ക് അറ്റ് ദ ലെവൽ ഓഫ് സെക്സ്. യുങ് വെന്റ് ഫർദർ. He owed his enlarged understanding to his spiritual personality. നമുക്ക് ആധ്യാത്മികമായ അറിവുണ്ടെങ്കിൽ ലോകത്തിലെ പല ആശയങ്ങളെയും മറ്റുള്ളവർ കാണുന്നതിനേക്കാൾ വിശാലമായും പരിപൂർണമായും കണ്ട് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുമെന്ന് ഈ ഫ്രോയിഡും യുങ്ങും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കുമെങ്കിൽ നിങ്ങൾക്ക് അതിൽ കൂടെ മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ കഴിയുമെങ്കിൽ കാൾ യുങ്ങിൻ്റെ ഒരു ജീവചരിത്രം പറഞ്ഞാൽ ഓർമ്മക്കുറിപ്പുകൾ, അദ്ദേഹത്തെ പറ്റി ഓട്ടോബയോഗ്രഫി, അതിൻ്റെ ടൈറ്റിൽ മെമ്മറീസ് ഡ്രീംസ് റിഫ്ലക്ഷൻസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകളുടെ ടൈറ്റിൽ. അത് 1962 പബ്ലിഷ് ചെയ്തതാണ്, മെമ്മറീസ് ഡ്രീംസ് റിഫ്ലക്ഷൻസ്. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നത് അത് വളരെ വ്യക്തമാണ്. അദ്ദേഹം ദൈവത്തിൽ വിശ്വസിച്ചിരുന്നു, ആധ്യാത്മികമായ കാര്യങ്ങളിൽ വിശ്വസിച്ചിരുന്നു എന്ന് മാത്രമല്ല, മനുഷ്യന്റെ അവസ്ഥയിൽ നിന്ന് ആധ്യാത്മികമായ വെളിച്ചം മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും അവശേഷിക്കുന്നില്ല എന്ന് കാൾ യുങ് വിശ്വസിച്ചു. അതുകൊണ്ട് യുങ്ങും ഫ്രോയിഡും തമ്മിലുള്ള വ്യത്യാസം വളരെ വലുതാണ് എന്ന് മാത്രം ഞാൻ വളരെ വളരെ സംക്ഷിപ്തമായി വളരെ ബ്രീഫായി ഇവിടെ ഒന്ന് സൂചിപ്പിക്കുന്നു, അത്രമാത്രം. അപ്പോൾ ആധ്യാത്മികമായ ഒരു കാഴ്ചപ്പാട് നാം വികസിപ്പിച്ചെടുത്താൽ നാം ലോകത്തെയും അതിൻ്റെ സാധ്യതകളെയും നമ്മുടെ തന്നെ സാധ്യതകളെയും അവസ്ഥകളെയും വളരെ വിശാലമായി മനസ്സിലാക്കാൻ നമ്മെ അത് സഹായിക്കും എന്ന ഒരു അക്കാഡമിക് എന്ന നിലയിൽ കൂടെ ഞാൻ പറയാൻ താല്പര്യപ്പെടുകയാണ്. ഇതിൽ നിന്ന് തുലവും വ്യത്യസ്തമായി ഭൗതികവാദത്തിൽ വരുമ്പോൾ, ഇപ്പോൾ കേരളത്തിൽ വൈരുദ്ധ്യാത്മിക ഭൗതികവാദം എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന പലരുമുണ്ട്. അവർ പറയുന്നത് എന്താണെന്ന് പലർക്കും അറിഞ്ഞുകൂടാ. ഈ ഭൗതികവാദം കൊണ്ട് മനുഷ്യർക്ക് സംഭവിച്ച വിനകൾ എന്താണ് എന്നറിയാൻ വയ്യാത്തവരാണ് ഇത് പൊക്കിക്കൊണ്ട് നടക്കുന്നത്. കേരളത്തിൽ ഇപ്രകാരം അങ്ങനെയുള്ളൊരു വലിയ ഫാഷൻ തന്നെ വരുന്നുണ്ട്. മനുഷ്യൻ വെറും മൃഗം മാത്രമാണെന്നും അവന് ശരീരം മാത്രമാണെന്നും അതുകൊണ്ട് ശരീരത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യമായി അനുവദിച്ച കടിഞ്ഞാണില്ല ഓടി നടക്കണമെന്നൊക്കെ പറഞ്ഞ് മൈത്രേനെ പോലുള്ള ആളുകൾ കേരളത്തിൽ ഒത്തിരി കൈയ്യടി വാങ്ങിക്കുന്നു. അവർ വാങ്ങിച്ചോട്ടെ, പക്ഷേ അത് മനുഷ്യരാശി ആകമാനം അപമാനിക്കുന്ന ഒരു കാഴ്ചപ്പാടെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ the mere habitual religiosity has nothing to do with the expansion of our life horizon. നമ്മൾ ഈ പരമ്പരാഗതമായ മതത്തിൽ മാത്രം അതിൻ്റെ ആചാരങ്ങളിൽ മാത്രം ഒരു യാന്ത്രികമായി തങ്ങി നിന്നാൽ ഇങ്ങനെ വിശാലമായ കാഴ്ചപ്പാടുകൾ രൂപീകരിച്ചെടുക്കാൻ നമുക്ക് സാധിക്കുകയില്ല. അങ്ങനെയുള്ള അവസ്ഥയെ യേശു 10 സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ പരാമർശിക്കുന്നുണ്ട്. യേശു പറയുന്നു,
അന്ധരെ വഴി കാണിക്കുകയും അവരെല്ലാം കൂടെ കുഴിയിൽ വീണ് പോവുകയും ചെയ്യുന്ന അവസ്ഥയിലാണ് ഇപ്പോഴത്തെ മതം എന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു പറയുകയാണ്. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. ദ ബ്ലൈൻഡ് ലീഡിങ് ദ ബ്ലൈൻഡ് ആൻഡ് ബോത്ത് ഓഫ് ദം ടംബ്ലിങ് ഇൻ ടു ദ ഡിച്ച് എന്ന വാക്ക് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് യേശു പറയുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ, ഞാൻ വന്നത് കുരുടന്മാരുടെ കണ്ണു തുറക്കാനാണ്. ഐ ഹാവ് കം ടു ഓപ്പൺ ദി ഐസ് ഓഫ് ദ ബ്ലൈൻഡ്. പക്ഷേ അങ്ങനെ യേശു നമ്മുടെ കണ്ണു തുറന്നാൽ എന്ത് പറ്റും? പലരും അത് ഭയത്തോടെയാണ് ചിന്തിക്കുന്നത്. ഇപ്പൊ യേശു എന്റെ കണ്ണു തുറന്നാൽ എന്ത് പറ്റും? അത് പേടിക്കേണ്ട കാര്യം തന്നെയല്ലേ. അതിന്റെ കാരണം നമ്മുടെ കണ്ണു തുറന്നാൽ കാണുന്നതനുസരിച്ച് പ്രവർത്തിക്കേണ്ടി വരും. അതൊരു വലിയ പ്രശ്നമാണ്. ഇപ്പൊ പലരും പറയുന്നത് ഞാൻ അറിഞ്ഞില്ല, എനിക്കിവിടെ കിട്ടുന്നൊരു വലിയ ഉപദേശം ചില കാര്യത്തിലൊക്കെ കണ്ണടച്ച് കളയണം, എന്നാലേ നമുക്ക് ജീവിക്കാനൊക്കെ തുറന്നാണ് പറയുന്നത്. വളരെ ആധികാരികമായി എനിക്ക് നൽകുന്ന ഉപദേശമാണ്. കണ്ണടച്ച് കളയണം, എല്ലാറ്റിനോടും കണ്ണടച്ച് കളയണം. ആ കണ്ണ് തുറക്കാനായിട്ട് വന്ന യേശു അപ്പോ എന്തുകൊണ്ട് കണ്ണടയ്ക്കണമെന്ന് എന്നതിന്റെ ഉത്തരം യേശു തന്നെ നല്ല ശമരിക്കാരന്റെ ഉപമയിൽ ഹലോ പ്ലീസ് മ്യൂട്ട് യുവർ മൈക്രോഫോൺ പ്ലീസ്. അപ്പൊ എന്തുകൊണ്ട് കണ്ണടയ്ക്കണം എന്നതിന്റെ ഉത്തരം യേശു പുരോഹിതനിൽ കൂടെയും ലേവ്യനിൽ കൂടെയും നല്ല ശമരിക്കാരന്റെ ഉപമയിൽ നമുക്ക് നൽകുന്നുണ്ട്. ഒരു മനുഷ്യൻ അവിടെ മുറിവേറ്റ് കിടന്നപ്പോൾ പുരോഹിതൻ വന്നു, ലേവ്യൻ വന്നു. അവർ രണ്ടുപേരും കണ്ണടച്ച് മുഖം തിരിച്ച് കടന്നുപോയി. കണ്ടാൽ വല്ലതും ചെയ്യണ്ടേ? അപ്പോ യേശു കണ്ണു തുറക്കണം എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു പാട്ടൊക്കെ ഉണ്ട്, കണ്ണു തുറക്കണമേ ആത്മീയ കണ്ണു തുറക്കണം എന്നൊക്കെ ഒരു പാട്ട്. പക്ഷെ കണ്ണ് തുറന്നു കിട്ടുന്നത് പേടിയാണ്. കണ്ണ് തുറന്ന യാഥാർത്ഥ്യം കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം കൂടി ഇതിനകത്തുണ്ട് എന്ന് മനസ്സിലാക്കാം. Now let us have a closer look at Jesus' statement, you are the light of the world. ഞാനൊരു പശ്ചാത്തലം ഒരുക്കുകയായിരുന്നു ഇതുവരെ. 40 ഞാൻ ഈ സെഷൻ ഇനി ഒരു 10 മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. പിന്നെ അടുത്ത സെഷനിലായിക്കൊള്ളട്ടെ. അപ്പോൾ കുറച്ചുകൂടെ വിശാലമായി, കുറച്ചുകൂടെ സൂക്ഷ്മമായി. ഹലോ പ്ലീസ് മ്യൂട്ട്. ഹലോ പ്ലീസ് മ്യൂട്ട് യുവർ മൈക്രോഫോൺ. There is a disturbance coming in, please. അപ്പോ യേശു ഇതുകൊണ്ട് എന്താണ് അർത്ഥമാക്കിയത്? യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. അതുകൊണ്ട് നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? ഫസ്റ്റ് ഓഫ് ഓൾ, ഇറ്റ് ഇംപ്ലൈസ് എ ഡ്യൂട്ടി ടു ഇൻക്രീസ് അവർ എനർജി ലെവൽസ്. നാം അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ടോ? നമ്മുടെ വ്യക്തിത്വത്തിന്റെ ബഹുതല ഊർജസ്വലത വർദ്ധിപ്പിക്കുന്നത്, ദ മൾട്ടി ഡയമെൻഷണൽ എനർജറ്റിക് ആസെറ്റ്സ് ഓഫ് ആ പേഴ്സണാലിറ്റി, അത് വർദ്ധിപ്പിക്കുന്നതിന് നാം കൂട്ടാക്കുന്നുണ്ടോ? അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഒരു യേശുവുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഇത് അനുഭവവേദ്യമായിട്ടുണ്ട് എന്ന് സുവിശേഷത്തിൽ വളരെ വ്യക്തമായി. ഞാൻ 1-2 ഉദാഹരണങ്ങൾ പറയാം, ഇത് മനസ്സിലാകുന്നതിന് വേണ്ടി. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ യെരൂശലേം ദേവാലയത്തിന്റെ പടിവാതിക്കൽ ഇരുന്ന് ഭിക്ഷ യാചിക്കുന്ന ഒരു മനുഷ്യൻ പത്രോസിൽ കൂടെ യേശുവിനെ കണ്ടുമുട്ടുന്നുണ്ട്. വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളതൊക്കെ നിനക്ക് തരുന്നു, നസ്രയനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞപ്പോൾ അവൻ എന്ത് സംഭവിച്ചു? അതുവരെ ജീർണിച്ച് ശവത്തെ പോലെ ഇരുന്ന മനുഷ്യൻ അവൻ എഴുന്നേറ്റ് ഹലോ പ്ലീസ് മ്യൂട്ട് യുവർ മൈക്രോഫോൺ പ്ലീസ്. സംസാരിക്കാനാണെങ്കിൽ വേറെ സംസാരിച്ചൂടെ? അവരൊക്കെ മനസ്സിലാവുന്നില്ല, പേരൂടെ ചേർത്ത് പറയുകയാണെങ്കിൽ അവർ ശ്രദ്ധിക്കുമായിരിക്കും. ഇല്ല, അത് ആരാണെന്ന് എനിക്ക് കാണാൻ വയ്യ. ഇറ്റ്സ് വെരി അൺഫോർച്ചുനേറ്റ്. ഓക്കെ, അപ്പോ പറയാൻ വന്നത്, അപ്പോ അവിടെ ഒരു മനുഷ്യനെ പത്രോസും യോഹന്നാനും യേശുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുക. അവന്റെ അവസ്ഥയിൽ വന്ന മാറ്റം നമ്മൾ കാണുന്നില്ലേ? അവൻ ചാടി എഴുന്നേറ്റ് ഓടിയും ചാടിയും ആർപ്പ് വിളിച്ച് ദൈവത്തെ സ്തുതിച്ചും ദേവാലയത്തിൽ പ്രവേശിച്ചു. അതിനെപ്പറ്റി ഒരു കോറസ് പോലും ഉണ്ട് അല്ലേ? ഹി വെന്റ് ലീപ്പിംഗ് ആൻഡ് ജമ്പിങ് ആൻഡ് പ്രൈസിങ് ദ ലോർഡ് എന്ന് പറഞ്ഞൊരു പാട്ടില്ലേ?
അതാണ് എൻ്റെ അവസ്ഥ. നമുക്ക് ഒരിക്കലും പഴയ പോലെ ഉറക്കം തൂങ്ങിയിരിക്കാനൊക്കത്തില്ല. അതുപോലെ തന്നെ നമുക്കറിയാം സക്കായുടെ ജീവിതത്തിൽ യേശു കടന്നു വന്നപ്പോൾ എന്ത് പറ്റി? അവൻ ഒരിക്കലും മുമ്പ് അനുഭവിച്ചിട്ടില്ലാത്ത ഒരു വലിയ ഊർജത്തിന്റെ അണപൊട്ടൽ പോലെ അവന്റെ അവസ്ഥ നിങ്ങളൊന്ന് പരിഗണിച്ച് നോക്കി. അത് തന്നെ ശബരിക്കാരുടെ സ്ത്രീയുടെ അവസ്ഥയിൽ നമുക്ക് കാണാൻ കഴിയും. അവളവിടെ തൊട്ടിയോട് ഇട്ടുമ്പോൾ ഓടി നഗരത്തിൽ പോയി എല്ലാവരെയും ഇളക്കിക്കൊണ്ട് വരികയാണ്. അതിന്റെ അർത്ഥം എന്താണ്? ഇതൊക്കെ നമ്മുടെ മുൻപിൽ 2000 വർഷം നിന്നിട്ടും ഇതൊന്ന് കൂട്ടിച്ചേർത്ത് വായിച്ചതിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കാൻ കൂട്ടാക്കുന്നില്ലല്ലോ എന്ന് ഓർത്ത് ഞാൻ സങ്കടപ്പെടുകയാണ്. അപ്പോൾ ഇത് എല്ലാ അവസ്ഥയിലും നമുക്ക് കാണാം. ഇപ്പം യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമുക്കറിയാം ബെത്സൈദ കുളക്കരെ രോഗസൗഖ്യം കാത്തു കിടന്ന മനുഷ്യൻ, അതുപോലെ വിളങ്ങലിച്ച് കിടന്നവൻ, അവന് പറഞ്ഞു എന്നെ വെള്ളത്തിൽ കൊണ്ട് ഇടാൻ ആരുമില്ല, ഞാനൊരു ശവമാണ്, എന്നെ പൊക്കി ആരെങ്കിലും കൊണ്ട് കുളത്തിലോട്ട് ഇട്ടുതരാൻ എനിക്ക് ആളില്ലെന്ന് പറഞ്ഞവനോടാണ് യേശു പറഞ്ഞ നീ നിന്റെ കിടക്ക എടുത്ത് വീട്ടിലോട്ട് പോ. അതിന്റെ അർത്ഥം എന്താണ്? അപ്പം ഈ ഒരു അവസ്ഥ പ്രാപിപ്പാനായി നാം കൂട്ടാക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് വയസ്സൊക്കെ ആയെന്ന് പറയുന്ന ആളുകൾ, അതാ ഞാൻ എന്നെ പറ്റിയാണ് പറയുന്നത്. നാം ഏറ്റവും പ്രത്യേകമായി കൂട്ടാക്കേണ്ട കാര്യം, നാം നമ്മെപ്പറ്റി വെച്ചു കൊടുക്കുന്ന ധാരണകൾ തെറ്റാണ്. നാം ധരിച്ചിരിക്കുന്നതിനേക്കാൾ എത്രയോ അപ്പുറത്ത് 10 മടങ്ങ് ഊർജ്ജസ്വലത പ്രാപിപ്പാനും അത് പ്രകടിപ്പിപ്പാനും നമുക്ക് കഴിയും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്ക് അനുഗ്രഹമായി തീരും, അല്ലെങ്കിൽ നാം അവർക്ക് ഭാരമായി തീരും. നമ്മെ എല്ലാവരും ചുമന്നുകൊണ്ട് നടക്കണം എന്ന് പറഞ്ഞാൽ ഈ കാലത്ത് നടക്കത്തില്ല. ദയവായി പ്രത്യേകിച്ച് മനസ്സിലാക്കുക. എൽഡർലി പീപ്പിൾ മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദിസ് ഈസ് എ മെസ്സേജ് particularly for them. We can increase our energy levels. We have a duty to do so. And the real proof that we are connected to God is this steady renewal of our vital life energy. അതുണ്ടെങ്കിൽ ആരും നമ്മളെ ഒരു ഭാരമായി കണക്കാക്കത്തില്ല. സത്യം സത്യം സത്യം. അതില്ല എങ്കിൽ ആളുകൾ നമ്മളെ ജീവശവമായി കണ്ടെങ്കിൽ അവരെ കുറ്റം പറയാൻ സാധ്യമല്ല. കുറ്റം പറയരുത്. അങ്ങനെ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ടു ബി ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് വി ഹാവ് ടു ഗോ ആൻഡ് ഗ്രോ ബിയോണ്ട് അവർ സർവൈവൽ നീഡ്സ്. അപ്പൊ യേശു പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ നിശ്ചയിച്ചാൽ അവരെന്ത് ചെയ്യണം? സ്വയം ത്യജിച്ച് എൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കുക. അതിൻ്റെ അർത്ഥം എന്താണ്? സ്വയം ത്യജിക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം വളരെ വളരെ ലളിതമാണ്. ലോകത്തിൽ ഭൗതികമായി ചിന്തിക്കുന്ന ആളുകൾ അവർക്ക് വേണ്ടി മാത്രം ചിന്തിക്കുന്നു, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, അവർക്ക് വേണ്ടി മാത്രം കരുതുന്നു, അവർക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നു. അങ്ങനെ വരുമ്പോൾ നാം ഇതുവരെ പരാമർശിച്ചു വന്ന ഈ ജീവന്റെ ഊർജം പ്രാപിപ്പാനോ അത് വളർത്തിയെടുക്കാനോ അവർക്ക് യാതൊരു ആവശ്യവുമില്ല. ഇഫ് യു ആർ സെൽഫിഷ്, if you're only living to yourself, you're absolutely no need to increase your vital energy. ഒരു ജീവശവം പോലെ ജീവിച്ചാൽ മതി, ഒരു കുഴപ്പമില്ല. എന്നാൽ നമ്മുടെ വ്യക്തിപരമായ അതിർവരമ്പുകൾക്ക് അപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന, സ്വാർത്ഥതയ്ക്ക് അപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ അവസ്ഥകളിലേക്ക്, യാഥാർത്ഥ്യങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലണമെങ്കിൽ, അതിനെ സ്വാധീനിക്കണമെങ്കിൽ, അവിടെ ഒരു സംഭാവന നൽകണമെങ്കിൽ, സ്വാധീനിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ ഈ ഞാൻ പറഞ്ഞ വൈറ്റൽ ലൈഫ് എനർജി പൂർവാധികം വർദ്ധിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പോ മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ഇത് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു സംഭവമുണ്ട്. പ്രത്യേകിച്ച് 30-ാം വാക്യം. അവിടെ യേശു ഇങ്ങനെ പുരുഷാരത്തിന്റെ കൂടെ മുൻപോട്ട് പോകുമ്പോൾ ഒരു സ്ത്രീ ആ പുരുഷാരത്തിൽ വന്ന് തിരക്കി അവനെ വന്ന് അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്ന് പറഞ്ഞൊരു സ്ത്രീ യേശുവിനെ സ്പർശിക്കുന്ന കഥ അറിയാൻ വയ്യാത്ത ആരും തന്നെ കൂട്ടത്തിലില്ല. അപ്പം 5-ാം അധ്യായത്തിന് 30-ാം വാക്യത്തിൽ എന്താണ് പറയുന്നത്? തന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് യേശു മനസ്സിലാക്കിയിട്ട്, റിയലൈസിങ് ദാറ്റ് പവർ എന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, പക്ഷേ എനർജി എന്ന വാക്കാണ് വാസ്തവത്തിൽ ഉപയോഗിക്കുന്നത്. തർജ്ജിമ വരുന്ന പ്രശ്നമാണ്.
realizing that energy or power went out of him. Jesus says, who is it that has touched my cloth? അപ്പൊ അവിടെ തന്നിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് ഈ ഊർജം പ്രവഹിക്കുന്ന വിധത്തിൽ യേശുവിന്റെ വ്യക്തിത്വമായിരുന്നു എന്നാണ് എൻ്റെ അർത്ഥം. അങ്ങനെയുള്ളവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടാൽ രോഗസൗഖ്യം വരും, യാതൊരു സംശയവുമില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പൊ നമ്മുടെ കാലത്തെ രോഗശാന്തി വിദഗ്ധന്മാർ നടത്തുന്നത് പോലെ നാടകം കളിപ്പിക്കാനോ ഇങ്ങനെ ലേസർ ടെക്നിക്ക് നടത്താനോ വലിയ വലിയ PA സിസ്റ്റം കൊണ്ടുവന്ന് ചെവി പൊട്ടുന്ന ഒരു ശബ്ദം ഉണ്ടാക്കാനോ അലറാനോ ഒന്നും ആവശ്യമില്ല. ഇത് ഉള്ളിൽ ഊർജമില്ലാത്തവരാണ് ഈ നാടകം കളിക്കുന്നത്. പക്ഷെ അത് മനസ്സിലാക്കാനുള്ള തിരിച്ചറിവ് പോലും ക്രിസ്ത്യാനികൾക്ക് ഇല്ലാത്തത് കൊണ്ട് ആളുകൾ ഇങ്ങനെയുള്ള നാടകക്കാരുടെ പുറകെ ഓടുന്നു, അവർ കളിപ്പിക്കപ്പെടുന്നു. ഇത് നമ്മുടെ മുമ്പിൽ എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിന് പലവിധമായ ആവിഷ്കാരങ്ങളോട് ഞാൻ അത് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത്, ടു ബി ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് വി ഹാവ് ടു ഗോ ആൻഡ് ഗ്രോ ബിയോണ്ട് അവർ സർവൈവൽ നീഡ്സ്. ഞാൻ നമുക്ക് വേണ്ടി മാത്രം ജീവിച്ചിട്ട് എനിക്ക് ക്രിസ്ത്യാനി എന്ന പേരുള്ളത് കൊണ്ട്, ഞാൻ ഞായറാഴ്ച പള്ളിയിൽ പോകുന്നതുകൊണ്ട് ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണെന്ന് പറഞ്ഞാൽ അതിനെ നാം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? യേശുവിന്റെ വ്യക്തിത്വം എങ്ങനെയായിരുന്നു? അവനിൽ നിന്ന് എനർജി അല്ലെങ്കിൽ പവർ അല്ലെങ്കിൽ ശക്തി പ്രവഹിച്ച് വളരെ പ്രയാസപ്പെട്ടിരുന്ന ഒരു ജീവിതത്തെ ഉണങ്ങി വരേണ്ട നിലത്ത് മഴ വീഴുമ്പോൾ അവിടുത്തെ ജീവൻ പൊട്ടി മുളയ്ക്കുന്നത് പോലെ യേശുവിൽ നിന്ന് ഈ ശക്തി പ്രവഹിച്ച് ഒരു വ്യക്തിയുടെ ജീവിതം ധന്യമാക്കുന്നത് കാണുന്നില്ല. ആ അവസ്ഥയാണ് യേശു പറയുന്നത്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് പറയുമ്പോൾ അതാണ് നാം മനസ്സിലാക്കേണ്ടത്. ആ അവസ്ഥയിലേക്ക് വളരുവാൻ നമുക്കും കടമയുണ്ട് എന്നാണ് യേശു പറയുന്നത്. യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഇനി മൂന്നാമതായിട്ട്, ദിസ് ഹൈറ്റൻഡ് എനർജി ലെവൽ ഈസ് ഡിനോട്ടഡ് ബൈ ദി ഐഡിയ ഓഫ് ഫുൾനെസ് ഓഫ് ലൈഫ്. നിങ്ങൾക്ക് സമൃദ്ധമായ ജീവൻ എന്ന് പറഞ്ഞാൽ ഈ അവസ്ഥയാണ് യേശു ഉദ്ദേശിച്ചത്. നിങ്ങളുടെ ഉള്ളിൽ കരകവിഞ്ഞൊഴുകുന്ന നദിയെ പോലെ ഈ ജീവന്റെ ഊർജം, ദിസ് ലൈഫ് എനർജി മസ്റ്റ് abound. It must overflow. It must reach others. അപ്പൊ അത് ഈ ഒരു ആശയത്തെ കുറച്ചുകൂടെ ശക്തീകരിക്കുന്നതിന് വേണ്ടി യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 4-ാം വാക്യത്തിൽ യേശു പറയുന്നു, നിങ്ങൾ എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങൾ വസിക്കുക, അങ്ങനെയെങ്കിൽ നിങ്ങൾ അധികം ഫലം കായ്ക്കും. അപ്പൊ സമൃദ്ധമായ ജീവൻ ഉണ്ടാകുന്നതും ഫലം പുറപ്പെടുവിക്കുന്നതും ഒന്ന് തന്നെയാണ് എന്ന ഈ രണ്ട് ഭാഗങ്ങൾ കൂടെ കൂട്ടിച്ചേർത്ത് വായിച്ചാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നതാണ്. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് സ്നാപക യോഹന്നാന്റെ വലിയ ശ്രദ്ധേയമായ ഒരു പ്രഖ്യാപനമുണ്ട്. എന്താണ്? നിങ്ങൾ മാനസാന്തരപ്പെട്ടു എന്നൊക്കെ പറയുന്നു, നിങ്ങൾ സ്നാനപ്പെടാൻ എൻ്റെ പുറകെ വരുന്നു, നിങ്ങൾ മാനസാന്തരത്തിന്റെ ഫലം എന്താണ് പുറപ്പെടുവിക്കാത്തത്? വൈ ഡോണ്ട് യു പ്രൊഡ്യൂസ് ദ ഫ്രൂട്ട്സ് ഓഫ് റിപ്പൻറ്റൻസ്? അപ്പൊ അങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ള അവസ്ഥയിലേക്ക് കടന്നു വരാത്തിടത്തോളം കാലം നമുക്ക് യേശു എന്ന് പറയുന്ന ഈ ജീവന്റെ വെളിച്ചവുമായി സത്യത്തിൽ യാതൊരു ബന്ധവുമില്ല എന്നതാണ് യേശുവിൻ്റെ പഠിപ്പീരുകളുടെ ആകത്തുകയോടുള്ള ബന്ധത്തിൽ ഈ പ്രസ്താവനകളെ നാം വായിച്ച് ചിന്തിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ തെളിഞ്ഞു വരുന്ന യാഥാർത്ഥ്യം. അപ്പം അതുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ ഒരു ഭാഗം കൂടെ വിശദീകരിച്ച് നിർത്താൻ പോവുകയാണ്. നമ്മുടെ അവസ്ഥ എന്താണ് എന്ന് കുറച്ചുകൂടെ വ്യക്തമാക്കുന്നതിന് പഴയ നിയമത്തിലേക്ക് അല്പം നമുക്കൊന്ന് കടന്നുചെല്ലാം. ഞാൻ പഴയ നിയമം കഴിയുന്നത്രയും മാറ്റി വെക്കുകയാണ്. പുതിയ നിയമം എന്ന് മാത്രമല്ല, പുതിയ നിയമത്തിൽ തന്നെ യേശുവിൻ്റെ പഠിപ്പീരുകളെ മാത്രം മനസ്സിലാക്കാനുള്ള ശ്രമമാണ് ഈ കോഴ്സിൽ ആദ്യം മുതൽ അവസാനം വരെ. എങ്കിലും വല്ലപ്പോഴുമൊക്കെ പഴയ നിയമത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ അപ്രകാരം ചെയ്യുന്നതായിരിക്കും. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 37-ാം അധ്യായം അത് നമുക്ക് വളരെ പരിചിതമാണ്. പ്രവാചകന് കൊടുക്കുന്ന ഒരു ദർശനമാണ്. എന്താണത്? ഉണങ്ങി വരണ്ട അസ്ഥികൾ കുമിഞ്ഞു കിടക്കുന്ന ഒരു താഴ്വര, എ വാലി ഓഫ് ഡ്രൈ ബോൺസ്. അതാണ് മനുഷ്യന്റെ അവസ്ഥ. അന്നത്തെ യഹൂദ മത അനുയായികളുടെ അവസ്ഥയെ ദൈവം തൻ്റെ ദൂതനിൽ കൂടെ പ്രവാചകന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. എന്താണ് യഹൂദ ജനത്തിന്റെ അവസ്ഥ? എന്താണ്? യഹൂദ ജനത്തെ മുഴുവനും നിങ്ങൾ കൂട്ടിക്കൊണ്ടുവന്നാൽ അവർ നീ കാണുന്ന
ആ താഴ്വരയിൽ കുമിഞ്ഞു കിടക്കുന്ന കൂമ്പാരമായി കിടക്കുന്ന ഉണങ്ങിയ എല്ലുകളില്ലേ, പച്ച എല്ല് പോലും അല്ല, ഉണങ്ങിയ എല്ലുകളില്ലേ, അതാണ് യഹൂദ ജനം എന്ന് പ്രവാചകന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ആദ്യം മുതലേ ഉണ്ടായിരുന്ന ഒരു കരുതൽ തന്നെ ആയിരുന്നു എന്ന് മനസ്സിലാക്കാൻ വേറെ ഉദാഹരണം ആവശ്യമില്ല, ഞാൻ കരുതുകയാണ്. അപ്പോൾ ഇത് പ്രത്യേകമായി മനസ്സിലാക്കുക. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് പറയുമ്പോൾ അതിൽ വലിയ 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 ആശയങ്ങളുടെയും നിർദ്ദേശങ്ങളുടെയും സാധ്യതകളുടെയും ഒരു ബ്രഹ്മാണ്ടം തന്നെ ഉണ്ട്, ഒരു യൂണിവേഴ്സ് തന്നെ ഉണ്ട് എന്നത് മനസ്സിലാക്കാതെ കഴിഞ്ഞു പോകുകയാണ്. അതുകൊണ്ട് തന്നെ വചനപ്രഘോഷണം നടക്കുന്നുവെങ്കിലും അത് യാതൊരു ഫലവും പുറപ്പെടുവിക്കാത്തതായി നിർജീവമായി പതിര് വിതയ്ക്കുന്നത് പോലെ ഈ വലിയ അഭ്യാസങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അത് തുടരുന്നതോറും കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾ കൂടുതൽ ധാർമ്മികമായി നശിച്ചുകൊണ്ടിരിക്കുന്നു. സഭകൾ തന്നെ കൂടുതൽ സഭകളെ കൂടുതൽ അന്ധകാരം വിഴുങ്ങുന്നു. ഇങ്ങനെയുള്ള യാഥാർത്ഥ്യം കാണുമ്പോഴെങ്കിലും നമുക്ക് വഴിതെറ്റിപ്പോയി എന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഞാൻ ഈ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ വിഷയം ഇന്ന് പര്യവസാനിപ്പിക്കുന്നില്ല. അടുത്ത സെഷൻ, അതായത് 2 ആഴ്ച കഴിഞ്ഞുള്ള ബുധനാഴ്ചയുള്ള സെഷനിലും ഇതേ ആശയം തുടരുന്നതായിരിക്കും. കാരണം ഇതിൽ ഇനിയും അനേക കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്. ഇനിയുള്ള അരമണിക്കൂർ ഇന്ന് നമ്മൾ പങ്കിട്ട കാര്യങ്ങളെപ്പറ്റി ഏതെങ്കിലും കാര്യത്തിൽ കൂടുതൽ വിശദീകരണമോ ആവശ്യമുണ്ട്